ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് 22 വർഷത്തെ സർവീസും 6000-ലധികം പോസ്റ്റ്മോർട്ടംസും ചെയ്ത ഡോക്ടർ ഷാരിജയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫോറൻസിക് സയൻസ്? സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നിയമ നടത്തിപ്പിനെ കേസ് അന്വേഷണത്തിന് ഏത് രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫോറൻസിക് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലതാവാം. ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ട്, DNA ചെയ്യുന്നുണ്ട്, ഫോറൻസിക് കെമിസ്ട്രി ഉണ്ട്. അതായത് നമ്മളിപ്പം പോലീസ് ഒരു ഡ്രഗൊക്കെ പിടിക്കുമ്പോൾ അത് എന്ത് ഡ്രഗാണെന്ന് നോക്കുന്ന കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ബ്ലഡ് കണ്ട ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ഡോക്യുമെൻ്റ് അനാലിസിസ് ഉണ്ട്. ഇങ്ങനെ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കുറേയധികം സിനിമകൾ ഇപ്പോൾ മർഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. കുറേ കേസുകൾ ഇൻഫ്ലുവൻസ് ആവുന്നതിനെക്കാളും കൊലപാതകം കഴിഞ്ഞിട്ട് തെളിവ് എങ്ങനെ നശിപ്പിക്കാമെന്ന് ആ ദൃശ്യ മോഡൽ കുറേ കേസുകൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ വിളിച്ചിട്ട് കൊന്നിട്ട് സ്ത്രീയുടെ ബോഡി ഒരിടത്ത് കുഴിച്ചിട്ട് അവരുടെ മൊബൈൽ വേറൊരു ട്രെയിനിൽ കയറ്റി വേറെ വിട്ടു, അങ്ങനെയൊക്കെ. എത്ര പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമുണ്ടോ? അതെ, ലോക്കാർഡ്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് തന്നെ പറയുന്നൊരു കണ്ടീഷനുണ്ട്. രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ കോണ്ടാക്റ്റിൽ വരുമ്പം അവിടെ ചെറിയ ചെറിയ തെളിവുകൾ അവശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അതായത് രണ്ടുപേര് സ്കഫിൾ വഴക്ക് നടക്കുകയാണെങ്കിൽ ഒരു മുടി അല്ലെങ്കിൽ ഒരു ബട്ടൺ, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ, ബ്ലഡ്, ഫിംഗർ പ്രിൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ആ എക്സ്ചേഞ്ച് ചെയ്ത മെറ്റീരിയൽസിന് അതാണ് ട്രേസ് എവിഡൻസ് എന്ന് പറയുന്നത്. വില്ലേജിലൊരു കിണർ പൊട്ടക്കിണറായിരുന്നു, വൃത്തിയാക്കിയപ്പോൾ അവർക്കൊരു 3 ബോൺ കിട്ടി. അപ്പോൾ ആ ബോൺസ് എക്സാമിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഡോക്ടർക്ക് പറയാൻ പറ്റിയത് ഇതൊരു ഹ്യൂമനാണ്, ഒരു സ്ത്രീയാണ്, 23 ഇയേഴ്സാണ്, ഇവർക്കൊരു കുട്ടിയെങ്കിലും ഉണ്ട്, ഇവർക്ക് നടക്കുമ്പോൾ മുടന്നുണ്ടായിരുന്നു, ഇവരുടെ മരണകാരണം നാടൻ തൂക്കി എന്നുള്ള വെടിയേറ്റിട്ടാണെന്നും അത് വെടിയേറ്റ് ഉടനെ മരിച്ചില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ് മരിച്ചതെന്നും മരണം നടന്നിട്ട് കുറഞ്ഞത് 2 മാസമെങ്കിലും കഴിഞ്ഞിരിക്കുന്നു എന്ന് അത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയിരുന്നു. പിന്നെ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ കുട്ടികളുടെ മരണവും സ്ത്രീകൾ കൊല്ലപ്പെടുന്നതുമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവർ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടാണ് മരിച്ചത് എന്നെങ്ങനെ? കുട്ടികൾ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ട ഇതാണെങ്കിൽ വജൈന എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കുട്ടികളുടെ എങ്ങനെയാണ്, ഇതെന്തുകൊണ്ട് വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യും. കൃഷ്ണലീല Joy Alucas, world's favorite jeweler. Hi, hello everyone. Welcome to the show. This is me, Kajal Rashad. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് 22 വർഷത്തെ സർവീസും 6000-ലധികം പോസ്റ്റ്മോർട്ടംസും ചെയ്ത ഡോക്ടർ ഷാരിജയാണ്. മാം, വെൽക്കം ടു ദി ഷോ. ശരിക്കും മാം ഇപ്പം 22 വർഷം എന്ന് നമ്മൾ പറഞ്ഞു. ശരിക്കും മാം വന്ന ഒരു ടൈം, അതായത് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ടൈമിലായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ, ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം അന്ന് പ്രത്യേക ചലഞ്ച് എന്ന് പറഞ്ഞാൽ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്, എപ്പോഴും ക്രൈം സീനിലൊക്കെ പോകാൻ പറ്റുമോ, ട്രാൻസ്ഫർ ആയ കോടതി ഡ്യൂട്ടി വരും, അപ്പോൾ ഇത്രയും ദൂരമൊക്കെ പിന്നെയും തിരിച്ച് വരേണ്ടി വരും. അങ്ങനെ ഒരു കോടതികളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ പോലീസ് ഡിഫൻസ് കൗൺസിലൊക്കെ നമ്മളോട് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, അതൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനത്തേക്കുള്ള അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാലം കൊണ്ട് ഇതൊന്നും പിന്നെ പ്രശ്നം ഇല്ലാതെ ആയി. പിന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ കൂടി. അപ്പോൾ ഇപ്പോൾ വേഗം പിന്നെ ഇപ്പോൾ ഓൺലൈൻ കോടതികളായി, അപ്പോൾ അതുകൊണ്ട് ട്രാവൽ കുറയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി അഡ്വാൻസ് ചെയ്തതിൻ്റെ മെച്ചമുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ അതൊരു കേരളത്തിലെ ട്രെൻഡ് ആയിരിക്കും. ഇപ്പോഴും ഇന്ത്യയിൽ എല്ലായിടവും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. വിമൻ കുറവാണ് ഫോറൻസിക് മെഡിസിനിൽ. ഇപ്പം നമ്മളിപ്പം ഇതിലേക്ക് വരുവാണെങ്കിൽ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും അറിയില്ലാത്ത കുറേ അധികം പേരുണ്ട്. കാരണം സിനിമകളിലൂടെയാണ് നമ്മൾ കൂടുതലും ഫോറൻസിക്കിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫോറൻസിക് സയൻസ്? ഫോറൻസിക് എന്ന് പറഞ്ഞാൽ ഫോറം എന്നാണ് മീനിങ് എന്നാണ് ഫോറൻസിക് എന്ന് പറഞ്ഞാൽ. ഫോറം എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ മാർക്കറ്റ് പ്ലേസ്, ആ വേർഡിന് മാർക്കറ്റ് പ്ലേസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം പണ്ട് കാലങ്ങളിൽ നീതി നടപ്പാക്കിയിരുന്നത് മാർക്കറ്റിലാണ്. അതായത് ആൾ കൂടുന്നിടത്താണല്ലോ രാജാവ് വിളംബരം ചെയ്ത് ഇന്നയാളിന് ഇന്ന ശിക്ഷ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുണ്ടായിരുന്ന ആ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഫോറൻസിക് എന്നുള്ള വേർഡ് വന്നത്. ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. അതിനകത്ത് പല പല സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്.
അതായത് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നിയമ നടത്തിപ്പിനെ കേസ് അന്വേഷണത്തിന് ഏത് രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫോറൻസിക് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലതാവാം. ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ട്, DNA ചെയ്യുന്നുണ്ട്, ഫോറൻസിക് കെമിസ്ട്രി ഉണ്ട്. അതായത് നമ്മളിപ്പം പോലീസ് ഒരു ഡ്രഗൊക്കെ പിടിക്കുമ്പോൾ അത് എന്ത് ഡ്രഗാണെന്ന് നോക്കുന്ന കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ബ്ലഡ് കണ്ട ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ഡോക്യുമെൻ്റ് അനാലിസിസ് ഉണ്ട്. ഇങ്ങനെ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഫോറൻസിക് സയൻസിൽ. ഇനി ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫോറൻസിക് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്യാമെങ്കിലും പക്ഷേ ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി MBBS ഡോക്ടർ ഡിഗ്രി കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് MD ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്നുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഫോറൻസിക് മെഡിസിൻ വരുന്നത്. അത് നമ്മൾ ഇത് ഫോറൻസിക് സയൻസ് ലാബിൽ വർക്ക് ചെയ്യുന്നവർ മെയിൻലി ബേസിക് സയൻസ് സ്പെഷ്യാലിറ്റി പഠിച്ചവരായിരിക്കും, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അങ്ങനെ ഫോറൻസിക് മെഡിസിനിലുള്ളവർ MBBS കഴിഞ്ഞ് ഫോറൻസിക് മെഡിസിൻ പഠിച്ചിട്ട് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ട് ഹെൽത്ത് സർവീസിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. മെഡിക്കൽ കോളേജുകളിൽ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് MBBS കരിക്കുലത്തിൽ 19 സബ്ജക്റ്റ് ഉള്ളതിൽ ഒരു സബ്ജക്റ്റ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി ആണ്. ഇപ്പം മാം അപ്പം ഇത്രയും നാളായി ഏറ്റവും ആദ്യത്തെ ഒരു കേസ് ഏതായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടോ മാമിന്? എൻ്റെ ഒരു ഫസ്റ്റ് മർഡർ കേസ് ഞാൻ ചെയ്തത് ഒരു രാഷ്ട്രീയ കൊലപാതകമായിട്ടുള്ള കേസാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ വഴക്കൊക്കെ നടന്നപ്പം തല്ലിക്കൊന്നു എന്ന് പറഞ്ഞൊരു കേസ്. അത് കുറേ എന്തോ ഒരു വടിയൊക്കെ വെച്ചിട്ട് അടിച്ചു കൊന്ന കേസാണ്. രണ്ടാമത്തെ കേസ് ഒരു 52 കുത്തുള്ള ഒരു കേസായിരുന്നു. അത് അച്ഛനെ മകൻ, അച്ഛൻ ഹാൻഡിക്യാപ്ഡാണ്, മകനാണ് കുത്തിക്കൊന്നത്. അത് ആ കേസിൽ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര മദ്യപാനിയും അമ്മയെ ഭയങ്കര ഉപദ്രവമായിരുന്നു. അപ്പോൾ അമ്മയാണ് വീട്ടുജോലി ചെയ്താണ്. ഈ ഒരു കുട്ടിയേ ഉള്ളൂ, അവനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവൻ കോളേജിൽ പഠിക്കുവാന്ന്, 21 വയസ്സോ അത്രയും. അപ്പോൾ എന്നും ഈ അമ്മയെ ഉപദ്രവിക്കുന്ന, എന്നിൻ്റെ വൈകിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അവൻ ഈ അച്ഛനെ കുത്തി കൊന്നത്. 52 കുത്തുണ്ടായിരുന്നു അദ്ദേഹത്തെ. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കുറേ അധികം സിനിമകൾ ഇപ്പോൾ മർഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേസുകൾ മാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിനെക്കാളും കൊലപാതകം കഴിഞ്ഞിട്ട് തെളിവ് എങ്ങനെ നശിപ്പിക്കാമെന്ന് ആ ദൃശ്യ മോഡൽ കുറേ കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദൃശ്യ മോഡൽ. കാരണം കുറച്ച് നാൾ മുമ്പും ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ വിളിച്ചിട്ട് കൊന്നിട്ട് സ്ത്രീയുടെ ബോഡി ഒരിടത്ത് കുഴിച്ചിട്ട് അവരുടെ മൊബൈൽ വേറൊരു ട്രെയിനിൽ കയറ്റി വിട്ടു, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ മറ്റൊരു കേസിലാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കൊല ചെയ്തിട്ട് ബോഡി കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ഡിസ്പോസ് ചെയ്തു. ആ രീതിയിലൊക്കെ ചെയ്യുന്ന കേസുകളൊക്കെ ഈ ദൃശ്യം സിനിമയ്ക്ക് ശേഷം കുറച്ച് വന്നിട്ടുണ്ട്. ദൃശ്യം മോഡൽ എന്ന് തന്നെ പറയുന്ന രീതിയിൽ അങ്ങനത്തെ കുറച്ച് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമയിലെ പോലെയല്ല, സാധാരണഗതിയിൽ ഈ കേസുകളെല്ലാം പോലീസുകാർ തെളിയിക്കുന്നുണ്ട്. അവർ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ഒരു സ്വാധീനവും കൂടെ വെച്ചിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഈ ആലോചിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ചെറിയ എന്താ പറയുക റാൻഡം ആയിട്ടുള്ള പ്ലേസിൽ കൂടെ പോകുമ്പം കുറച്ച് കാടൊക്കെ ഉള്ള സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിക്കും ദൈവമേ എന്ന് ആലോചിക്കാറുണ്ട് ഞാൻ. അതിന് ശരിക്കും പറഞ്ഞാൽ ട്രേസ് ചെയ്ത് എത്താനുള്ള സിസ്റ്റം ഇപ്പോൾ ഉണ്ടോ? നമുക്ക് ശരിക്കും ഉണ്ട്, സിസ്റ്റം ഉണ്ട്. പോലീസുകാർ എഫക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവർ ഉണ്ട്. അപ്പം നമ്മളെ പോലെ അല്ലല്ലോ. നമുക്കാണെങ്കിൽ കേസ് വരുന്നു, മരണകാരണം കണ്ടെത്തുന്നു, അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആരെയും കണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണത്തിൽ മരണകാരണം അൺനാച്ചുറലാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അന്വേഷിക്കും. പിന്നെ ഇപ്പം CCTV ക്യാമറകളുണ്ട്. അപ്പോൾ ഇവർ ലാസ്റ്റ് എപ്പോഴാണ് അവസാനം കണ്ടത്, അപ്പോൾ ആരുടെ കൂടെ ആയിരുന്നു, അതിന് ശേഷം ആ വഴി ആരൊക്കെ പോയി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള. പിന്നെ മൊബൈലുണ്ട്. ഒരു കേസിൽ കള്ള് കുടിച്ചിട്ട് 2 പേര് തമ്മിൽ കള്ള് കുടിച്ചിട്ട് ഒരാളിനെ കൊന്ന് പീസാക്കി കുഴിച്ചിട്ടു, ഫോണും കൂടെ അതിൻ്റെ കൂടെ കുഴിച്ചിട്ടു. അങ്ങനെ ട്രേസ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടപ്പോഴത്തേക്ക് ബോഡി ചാക്കിൽ കെട്ടി കുഴിച്ചിട്ടിരിക്കുകയാണ് എക്സ്യൂം ചെയ്തെടുത്ത്. ശരിക്കും എത്ര പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമുണ്ടോ? അതെ, ലോക്കാർഡ്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് തന്നെ പറയുന്നൊരു കണ്ടീഷനുണ്ട്. എഡ്മണ്ട് ലോക്കാർഡ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അതായത് അതിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെൻ 2 മെറ്റീരിയൽസ് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ കോണ്ടാക്റ്റിൽ വരുമ്പം അവിടെ ചെറിയ ചെറിയ തെളിവുകൾ അവശേഷിപ്പിക്കും എന്നാണ്. അപ്പോൾ അതായത് 2 പേര് സ്കഫിൾ വഴക്ക് നടക്കുകയാണെങ്കിൽ ഒരു മുടിയുടെ അംശം അല്ലെങ്കിൽ ഒരു ബട്ടൺ, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ, ബ്ലഡ്, ഫിംഗർ പ്രിൻറ്റ്,
ഫിംഗർ പ്രിൻ്റ് നമുക്കൊക്കെ അറിയാം, പിന്നെ ലിപ് പ്രിൻ്റ് വരെ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ആ എക്സ്ചേഞ്ച് ചെയ്ത മെറ്റീരിയൽസിന് അതാണ് ട്രേസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ കാണാറുണ്ടല്ലോ, സിനിമയിലൊക്കെ കാണിക്കും, ക്രൈം നടന്നു, ഫോറൻസിക് പീപ്പിൾ വരുന്നതെന്ന് പറഞ്ഞു. അത് ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നാണ് വരുന്നത്. അവരാണ് വന്നിട്ട് ട്രേസ് എവിഡൻസും ഫിംഗർ പ്രിൻറ്റും ഒക്കെ ട്രേസ് ചെയ്ത് എടുക്കുന്നത്. ഫിംഗർ പ്രിൻറ്റിന് നമ്മുടെ നാട്ടിൽ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ വേറെയുണ്ട്, ഫോറൻസിക് സയൻസ് ലാബ് വേറെയുണ്ട്, കെമിക്കൽ എക്സാമിനേഴ്സ് ലാബുണ്ട്. ഫോറൻസിക് സയൻസ് ലാബിലാണ് ഈ സീനിൽ പോലുള്ള ട്രേസ് എവിഡൻസ്, DNA ടൈപ്പിംഗ് ചെയ്യുന്നതിന് DNA എന്തെങ്കിലും സാമ്പിൾസ് കിട്ടുന്നുണ്ടോ, ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അതേസമയം കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലാണ് നമ്മൾ വിസറയൊക്കെ പോയിസൺ ഉണ്ടോ, ബോഡിയിൽ പോയിസൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയക്കുന്ന. നമ്മുടെ നാട്ടിൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലാണ്. ഫിംഗർ പ്രിൻറ്റിന് പ്രത്യേക ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നു. ഇതാണ് കേരളത്തിലെ സിസ്റ്റം. ഇപ്പം മൃതദേഹത്തിൻ്റെയൊക്കെ പല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നും ഒക്കെ തെളിവുകൾ നമുക്ക് കിട്ടും. അത് എത്ര നാൾ കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? പല്ലുകളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പറ്റും, അത്രയ്ക്കും സയൻസ് അഡ്വാൻസ് ചെയ്തതുകൊണ്ട്. എല്ലുകളിലാണെങ്കിൽ എല്ലുകളിൽ നിന്ന് നമുക്ക് അവരുടെ മനുഷ്യരാണോ എന്നാദ്യം, പുരുഷനാണോ സ്ത്രീയാണോ, എന്ത് പ്രായമുണ്ട്, ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു, പല പല മരണകാരണങ്ങളും നമുക്ക് എല്ലുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. പഴയ ഒരു സ്റ്റോറി എന്നല്ല, മീൻസ് ഒരു എക്സ്പീരിയൻസ് വളരെ പഴയതാണ്. ഈജിപ്തിലെ ഒരു സർ മോസ്റ്റ്ലി മർഡർ എന്ന് പറഞ്ഞ ബുക്കിൽ സർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടർ സിഡ്നി സ്മിത്ത് ഈജിപ്തിലെ കെയ്റോയിലെ പോലീസ് സർജനായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലോക്കൽ വില്ലേജിലൊരു കിണർ വൃത്തിയാക്കിയപ്പോഴത്തെ പൊട്ടക്കിണറായിരുന്നു. വൃത്തിയാക്കിയപ്പോൾ അവർക്കൊരു 3 ബോൺ കിട്ടി. ഹിപ്പിൻ്റെ റീജിയനിൽ ഇടുപ്പിൻ്റെ ഭാഗത്തെ 3 ബോണുകളാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് ഇത് ഒരു ആനിമൽ ബോൺ ആയിരിക്കും, പൊട്ടക്കിണറിലെ പശു കണം വീണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ആനിമലാണോ ഹ്യൂമൻ ആണോ എന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞാണ് സാറിൻ്റെ അടുക്ക് കൊണ്ടു ചെന്നത്. അപ്പോൾ ആ ബോൺസ് എക്സാമിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഡോക്ടർക്ക് പറയാൻ പറ്റിയത് ഇതൊരു ഹ്യൂമനാണ്, ഒരു സ്ത്രീയാണ്, 23 ഇയേഴ്സാണ്, ഇവർക്കൊരു കുട്ടിയെങ്കിലും ഉണ്ട്, ഇവർക്ക് നടക്കുമ്പോൾ മുടന്തുണ്ടായിരുന്നു, ഇവരുടെ മരണകാരണം നാടൻ തൂക്കി എന്നുള്ള വെടിയേറ്റിട്ടാണെന്നും, അത് വെടിയേറ്റ് ഉടനെ മരിച്ചില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ് മരിച്ചതെന്നും, മരണം നടന്നിട്ട് കുറഞ്ഞത് 2 മാസമെങ്കിലും കഴിഞ്ഞിരിക്കുന്നു എന്ന് അത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയിരുന്നു. അത് ഒരു ബോണിൽ നിന്ന് നമുക്ക് 3 ബോൺസ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയിരുന്നു. കാരണം ഈ ഇടുപ്പ് ഭാഗത്ത് ബോണാണ് ഈ സെക്സിന് വ്യത്യാസമുള്ള, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തമ്മിൽ വ്യത്യാസമുള്ള. അപ്പോൾ ഈ ഇടുപ്പ് ഭാഗത്ത് ബോൺ കിട്ടിയാൽ വിത്ത് 97% ആക്യുറസിയിൽ നമുക്ക് മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയാൻ പറ്റും. പിന്നെ ആ ഏജ്, ഈ ബോണിൻ്റെ ഗ്രോത്തിൻ്റെ ഏജ് അനുസരിച്ച് നമുക്ക് 25 ഇയേഴ്സ് വരെ ഓസിഫിക്കേഷൻ എന്ന് പറയും. ഓസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഏജ് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്യൂഷൻ, വേറെ ചേഞ്ചസ്, ഓസ്റ്റിയോൺ കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോണിൽ അസസ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ഏജ് പറയാം. പക്ഷേ ഒരു 25-30 ഇയേഴ്സ് വരെയൊക്കെ ഉള്ളതാണ് കൃത്യമായി പറയാൻ പറ്റും. അത് പിന്നെ ഇതിൽ അവരുടെ ആ ബോണിലുണ്ടായിരുന്ന ആ നമ്മുടെ ഇടുപ്പെല്ലും തൊടയെല്ലും കൂടെ ചേരുന്ന ഭാഗത്ത് അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നോർമൽ അല്ലായിരുന്നു, രണ്ട് സൈഡിലും ഒരുപോലെ അല്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ മുടന്നുണ്ടായിരുന്നിരിക്കാം എന്ന് പറയാം. പിന്നെ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പിബിസ് എന്ന് പറയുന്ന ബോണിൽ ചെറിയ കുഴി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിലും വരണം എന്നല്ല, പക്ഷേ ഇതിലതുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്ന ഒരു കുട്ടിയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തോക്കിൻ്റെ വെടിയേറ്റത് ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ വെടിയേറ്റിട്ടാണ് മരിച്ചതെന്ന് പറയാൻ പറ്റി. അങ്ങനെ ആ രീതിയിൽ നമുക്കും കേസുകളും കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ വീണിട്ടുള്ള മരണങ്ങൾ തന്നെ ആത്മഹത്യ ചെയ്തതാണോ, ഒരാൾ തള്ളിയിട്ട് കൊന്നതാണോ? കാരണം വെള്ളത്തിൽ വീണാൽ ഒരുപാടൊന്നും എനിക്ക് തോന്നുന്നില്ല, ട്രേസസ് അധികം കിട്ടാൻ കുറച്ച് പാടാണെന്ന് കേട്ടിട്ടുണ്ട്. വെള്ളത്തിൽ വീണാണോ മരിച്ചതെന്നറിയാൻ നമ്മൾ വെള്ളത്തിൽ വീഴുമ്പം ശ്വാസനാളിയിലേക്ക്, വെള്ളം കുടിച്ചെല്ലാം ആൾക്കാർ മരിക്കുക, വെള്ളം ശ്വാസനാളിയിലേക്ക് കയറിയിട്ടാണ് മരിക്കുക. അങ്ങനെ ശ്വാസനാളിയിലേക്ക് കയറുമ്പം ആ വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പ്ലാന്റോ പൊടിയോ മണ്ണ് കല്ല് ഇതൊക്കെ എയർ പാസേജിൽ വരും. അപ്പം നമ്മൾ ഓട്ടോപ്സി ചെയ്യുമ്പോൾ അത് കണ്ടാൽ വെള്ളത്തിൽ വീണപ്പോൾ ഇയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, അതായത് വെള്ളത്തിൽ വീണാണ് മരിച്ചതെന്ന് പറയാം. ഇതല്ലെങ്കിൽ നമ്മൾ പറയാം വൈക്കോൽ തുരുമ്പും പിടിക്കുമെന്ന്, മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു വൈക്കോൽ തുരുമ്പ് പിടിക്കുമെന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ നമ്മൾ വെള്ളത്തിൽ വീഴുന്നയാൾ എന്ത് വേണേലും പിടിക്കും. അപ്പോൾ ആ വെള്ളത്തിലുള്ള എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ചേക്കും ഫേമായിട്ട്. അത് റൈഗർ വരുമ്പോഴൊന്നും ഇളകി പോകത്തൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കും, ഡീകമ്പോസ് ചെയ്ത് പോകുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വീണപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. ഈ 2 സാഹചര്യങ്ങളിൽ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചതാണെന്ന് പറയാം. പക്ഷേ കൊന്നതാണോ അതോ
തള്ളിയിട്ട് കൊന്നതാണോ അതോ തനിയെ വീണതാണോ ആക്സിഡന്റൽ ഫോൾ ആണോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പം അയാളുടെ തലയിൽ ഒരു വലിയ ഇഞ്ചുറി ഉണ്ട്, അൺകോൺഷ്യസ് ആകാൻ. അപ്പം വീണ കിടക്കുന്ന വെള്ളത്തിൽ കല്ലോ അങ്ങനെ ഈ ഇഞ്ചുറി വരാനും മാത്രം ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റും. ചില കേസുകൾ ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞു വരുന്ന കേസുകൾ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കാം മേ ബി അത് കൊലപാതകമാണെന്ന് മാറുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെയൊക്കെ കേസുകളുണ്ട്. ഹാങ്ങിങ് കേസിൽ ഒരു കേസ് ഒരിക്കൽ ഉണ്ടായിരുന്നത്, സാധാരണഗതിയിൽ ഈ ആത്മഹത്യ ചെയ്തതും നാച്ചുറൽ എന്ന് പറയാൻ ശ്രമിക്കും ആൾക്കാർ. നമ്മുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തൂങ്ങി മരിച്ചതായിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തൂങ്ങി മരിക്കുമ്പോൾ കെട്ടുന്ന പോലെയുള്ള ഒരു കെട്ടല്ല കഴുത്തിലധികം കണ്ടത്, വേറൊരാൾ കെട്ടുന്ന പോലെയുള്ള കെട്ടാണ് കണ്ടത്. നോക്കുമ്പോൾ ദേഹം മൊത്തം ചതവുമുണ്ട്. അപ്പോൾ ചതവ് ഇത്രയും വരുമ്പോൾ ഒരു അൺകോൺഷ്യസ് ആകാം, അപ്പോൾ കെട്ടി തൂക്കാൻ വേണമെങ്കിൽ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ തൂങ്ങിയതും സാധാരണ തൂങ്ങി മരിക്കുമ്പോഴത്തേക്ക് ഈ വായിൽ നിന്ന് ഇങ്ങനെ സലൈവ ഇങ്ങനെ ഊർന്നിറങ്ങി നെഞ്ചത്തൂടെയും വയറ്റിലൂടെയും, ഇതിൽ അതുമുണ്ട്. അപ്പം മരണം തൂങ്ങി മരണമാണ്. പക്ഷെ അത് തനിയെ കെട്ടിത്തൂക്കിയതാണോ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ, ഈ ഇത്രയും ഇഞ്ചുറിയൊക്കെ വെച്ചിട്ടും നോട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത് കെട്ടിത്തൂക്കിയതാവാൻ സാധ്യതയുണ്ടെന്ന്. അത് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയപ്പം ഒരാൾ, അവരുടെ കൂടെ താമസിക്കുമായിരുന്ന ആൾ, ഒരുപാട് ഉപദ്രവിച്ചിട്ട് കുറേ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ബോധം കെട്ട് പോയപ്പോൾ ഇയാൾ വിചാരിച്ച അയാൾ മരിച്ചു എന്ന് വിചാരിച്ച് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കെട്ടിത്തൂക്കാൻ വേണ്ടി ഒരു കസേരയിൽ അവരെ ഇരുത്തിയിട്ട് കഴുത്തിൽ കെട്ടിയപ്പോഴാണ് ആ കെട്ട് വ്യത്യാസമുള്ളൊരു കെട്ട്. മറ്റൊരു കേസ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറഞ്ഞുള്ള കേസായിരുന്നു. 55 വയസ്സ് അത്രയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവർ പലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പല അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഹസ്ബൻഡ് നോക്കുമ്പോൾ ടി വി ഓണാണ്. ഹസ്ബൻഡ് പറയുന്നത് പുള്ളി രാത്രി ഉറങ്ങാൻ പോയി, രാവിലെ നോക്കുമ്പോൾ ടി വി ഓണാണ്. ഇവർ ടി വിയുടെ മുമ്പിൽ മരിച്ചിരിക്കും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചായിരിക്കും, കാരണം കുറേ അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞ് ബോഡി മതാചാരപ്രകാരം മറവ് ചെയ്യാനായിട്ട് കിടത്തിയിരിക്കുന്നു. അപ്പോൾ അയലത്ത് ഇയാളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ബന്ധു വന്ന് നോക്കിയിട്ട്, ആൻറ്റിയുടെ മുഖം സാധാരണ ഇത്ര ചുമന്നല്ലല്ലോ ഇരിക്കുക, അതുകൊണ്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസിനെ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നോക്കിയപ്പം കഴുത്ത് മുറുക്കിയാണ് കൊന്നേക്കുന്നത്. കഴുത്തിന് പുറമേക്ക് വലിയ പാടില്ല, പക്ഷെ അകത്ത് നല്ല ചതവുകളുണ്ട്. അങ്ങനെ നമ്മളിത് ഈ വെറുതെ വരില്ല, ഹാർട്ട് അറ്റാക്ക് അല്ല മരണ കാരണം, ഇതാണ് കഴുത്ത് മുറുകിയതാണ്, നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പുള്ളി സമ്മതിച്ചു. പുള്ളി ഒരു എക്സ് മിലിറ്ററിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അയാളുമായിട്ട് വഴക്കൂടിയിട്ടിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം ഇയാൾ തന്നെ പുറകിൽ നിന്ന് വന്ന് അവരുടെ തന്നെ തോർത്തെടുത്ത് കഴുത്തിലിട്ട് മുറുക്കി. തോർത്ത് പോലുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് പുറമേക്കൊന്നും തോന്നാത്തത്, പക്ഷെ അകത്ത് നമുക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പം അൺനാച്ചുറൽ ഡെത്ത്, തൂങ്ങി മരിച്ചു, കൊലപാതകം, ഇതെല്ലാം ആക്സിഡൻറ്റ്, ഇതെല്ലാം എന്തായാലും ചെയ്യണം. അല്ലാതെ ചില കേസിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിരിക്കാം, പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോഴത്തേക്ക് മരിച്ചു, നെഞ്ചുവേദന വന്നു, പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരിച്ചു. അങ്ങനത്തെ കേസുകളിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യണം. മരണകാരണം ഡോക്ടർക്ക് പറയാൻ പറ്റില്ല, അതൊരു സ്വാഭാവിക മരണമാണ്, പക്ഷെ എന്നാലും എന്താണ് മരണകാരണമെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിലുള്ളത്. ഇപ്പോൾ നമ്മൾ മറവ് ചെയ്ത ഒരു ശരീരം റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുക്കാറുണ്ട്, അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് കുറേ കേസുകളിൽ നമ്മൾ മറവ് ചെയ്ത ബോഡി റീപോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പോസ്റ്റ്മോർട്ടം അപ്പോഴായിരിക്കും ചെയ്യുക. നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മറവ് ചെയ്തതും ആകാം. അതായത് ഇതുപോലെ സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞ് മറവ് ചെയ്തതായിരിക്കും, അത് ചിലപ്പം പിന്നെ ആയിരിക്കും സംശയം വരിക. അപ്പം അങ്ങനത്തെ കേസുണ്ട്. സ്വാഭാവിക മരണമാണ്, അമ്മ കൂടെ താമസിച്ചിരുന്ന 75 year old അമ്മ മരിച്ചു, അപ്പം സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞു. അപ്പം മറവ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വന്നു, ഇത് സംശയമുണ്ട്, അവരെന്തോ ചെയ്തതാണ്, കൂടെ താമസിക്കുന്ന മകൻ എന്തോ ചെയ്തതാണ്, സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പം മറവ് ചെയ്ത് പോയല്ലോ. പിന്നെ പോലീസ് മൂവ് ചെയ്ത് എക്സ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു. കുഴിച്ചെടുക്കുന്നതിന് നമ്മൾ എക്സ്യൂമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്യൂമേഷൻ നടത്തണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് തന്ന് നമ്മൾ പോയി. ഇവിടുന്ന് ഒരു ടീം, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു ഒരു ടീം, പോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടത് അവരുടെ നെഞ്ചത്ത് മുറിവുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അഴുകി പോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു. അപ്പം ബോഡി കുറേ അഴുകിയിട്ടുണ്ട്, പക്ഷേ അവരുടെ വാരിയെല്ലിൻ്റെ പൊട്ടലും അതുമൂലം വന്ന രക്തസ്രാവവും അവിടെ കട്ട പിടിച്ച് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ കുഴിച്ചെടുക്കുമ്പോൾ ഇപ്പം എത്ര നാളിനകമാണ് എടുക്കുന്നതെന്നുള്ളതനുസരിച്ച് വ്യത്യാസം വരും. ശരിക്കും എത്ര നാൾ വരെ റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുക്കാൻ പറ്റും?
ഇന്ത്യയിൽ അതിനൊരു ടൈം ലിമിറ്റേ ഇല്ല. ഇന്ത്യയിൽ എത്ര കാലം, പല രാജ്യങ്ങളിലും പലതുപോലെ, ചില രാജ്യങ്ങളിൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റത്തില്ല, എക്സിമേഷനും പറ്റത്തില്ല. ഈ എക്സിമേഷൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഈ കാലതാമസം അനുസരിച്ച്, കാലവ്യത്യാസം അനുസരിച്ച് അതിൻ്റെ അകത്ത് അഴുകി തുടങ്ങിയിട്ടുണ്ട്. അഴുകി തുടങ്ങിയ ഉടനെ ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ചെയ്ത ഒരു കേസ് 5 വർഷം കഴിഞ്ഞാൽ വേറൊരു കേസിൻ്റെ പ്രതിയെ പിടിച്ചപ്പം അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അമ്മച്ചിനെ പണ്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോഡി പോയി കുഴിച്ച് എടുത്ത് എക്സിം ചെയ്തത്. പക്ഷെ കംപ്ലീറ്റ്ലി ബോണായി. അതിൽ നമുക്ക് അവരുടെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കണക്കുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞത് വിഷം കൊടുത്തു എന്ന്. ആ വിഷം പക്ഷെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തുള്ള ചില വിഷങ്ങൾ നമുക്ക് ഈ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അഴുകിയത് കൊണ്ട് ചെറിയ ചെറിയ മുറിവുകൾ നമുക്ക് കാണാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ, ചിലപ്പം മുഖത്തിൻ്റെ ചുറ്റും ചെറിയ ഒരവുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ അകത്തും ഇഞ്ചുറി ഉണ്ടാവാറുണ്ട്. ഈ മുഖത്തും ചെറിയ ഒരവുകളാണെങ്കിൽ നമുക്കത് പോസ്റ്റ്മോർട്ടം, ഈ പോസ്റ്റ്മോർട്ടത്തിൽ പിന്നെ പോസ്റ്റ്മോർട്ടമാണ്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് പിന്നെ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇനി ഒരിക്കൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടത് ബന്ധുക്കൾ പലവിധ കാരണങ്ങളാൽ സംശയം പറയുകയും പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മറവ് ചെയ്താലും മറവ് ചെയ്യാതെ വെച്ചിട്ടാണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് ഫുൾ ബോഡി തുറന്ന് പരിശോധിച്ച് എല്ലാ ഓർഗനും പരിശോധിച്ച് അതിൽ നിന്ന് ആവശ്യമായ സാമ്പിൾസൊക്കെ എടുത്തതായിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് മിസ്സിങ് ആയിരിക്കും. വിസറയൊക്കെ സ്റ്റൊമക്കൊക്കെ ഫുള്ളായിട്ട് കെമിക്കൽ അനാലിസിസിനൊക്കെ അയച്ചു കാണും. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ബോഡി ഫ്ലൂയിഡ്, ബോഡിയിൽ ബ്ലഡ് കിട്ടത്തില്ല, യൂറിൻ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ലിമിറ്റേഷൻസ് രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിനുണ്ട്. അതിനി മറവ് ചെയ്തതാണെങ്കിലും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. നമുക്ക് കുറേ അഴുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ അകത്തെ ഓർഗൻസ് എല്ലാം കൂടെ അഴുകി ഒരൊറ്റ മാസമായിട്ട് മാറും. അപ്പോൾ പിന്നെ നമുക്കതിൽ നിന്ന് നേരിട്ട് ഓരോ ഓർഗനിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ചില കേസിൽ 2 സാഹചര്യമുണ്ട്. ഒന്ന് മമ്മിഫിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈജിപ്ഷ്യൻ മമ്മി. അത് ബോഡി പ്രിസർവ് ചെയ്യുന്ന പോലത്തെ ഒരു തരം ഡീകമ്പോസിഷനാണ്. അഴുക എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അഴുകലല്ല, ഡീകമ്പോസ് ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് ബോഡി അതുപോലെ പ്രിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ദേഹത്ത് ഇഞ്ചുറി ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും മരണകാരണമായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് മമ്മി നമുക്കറിയാം, ട്രീറ്റ്മെൻറ്റ് വെച്ചല്ലേ ഈജിപ്ഷ്യൻ മമ്മീസിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്കല്ലാതെ തന്നെ ഒരു വാം ക്ലൈമറ്റിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കാറ്റുള്ള സ്ഥലത്ത് കിടക്കുന്ന ബോഡി മമ്മിഫൈഡ് ആകാം തനിയെ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കുത്തോ വെട്ടോ അങ്ങനെ ഈ മുറിവുകളുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള അഡിപ്പോസിർ ഫോർമേഷൻ എന്ന് പറയും, നമ്മൾ ഈ കായലിൻ്റെ പോലുള്ള അരികത്ത് വാം ഡാം എൻവയൺമെൻ്റ് എന്ന് പറയും. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള സ്ഥലത്ത് ചെറിയ ചൂടും ഒക്കെ ഉള്ള സ്ഥലത്ത് കിടക്കുന്ന ബോഡിയാണെങ്കിൽ, നനവും ഈർപ്പവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കിടക്കുന്ന ബോഡിയാണെങ്കിൽ അഡിപ്പോസിർ ആവാന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയിലെ ഫാറ്റുകൾ മാറി ഒരു സോപ്പ് പോലത്തെ സബ്സ്റ്റൻസ് ആവും. അതിന് ഭയങ്കര സ്മെല്ലാണ്. സാധാരണ ബോഡി അഴുകുന്നതിനേക്കാളും ഡിസഗ്രിയബിൾ സ്മെല്ലാണ് അഡിപ്പോസിർ എന്നാണ് അത്. ആ കാര്യത്തിൽ നമുക്ക് നമ്മുടെ ബോഡി പ്രിസർവ്ഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാമിന് ഏറ്റവും ഇപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഭയങ്കരമായിട്ട് ചലഞ്ചാക്കിയ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു കേസ്? മരണകാരണം കണ്ടെത്താൻ ഡിഫിക്കൽട്ടി വരുന്നതാണ് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട്, കേസ് ചെയ്യുമ്പോൾ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. കാരണം മരണകാരണം കണ്ടെത്തണം. ഒരു 35 വയസ്സുള്ള ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, മരിക്കാനൊരു കാരണം വേണ്ടേ? അപ്പോൾ ഈ മരണകാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് മരണകാരണം കണ്ടെത്തുക. പക്ഷെ എന്നിരുന്നാലും ഒരു 5% കേസിൽ നമുക്ക് മരണകാരണം കണ്ടെത്താൻ പറ്റാതിരിക്കും. അപ്പം നമ്മൾ ആ കേസിൽ എല്ലാം നോക്കി, ചില കേസ് എന്താന്ന് പറഞ്ഞാൽ സ്നേക്ക് ബൈറ്റ് ആയിരിക്കും, അതിൻ്റെ ആ ബൈറ്റ് സൈറ്റ് നമുക്ക് കണ്ടെത്താൻ പ്രയാസം വരുന്നതായിരിക്കും. അത് ഒരു ചലഞ്ചിങ് കേസാണ്. അതായത് നമ്മൾ കൃത്യമായി കണ്ടെത്താം. അങ്ങനത്തെ കോസ് ഓഫ് ഡെത്ത് കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് പിന്നെയും എന്തായിരിക്കും അത് മരണകാരണം എന്നുള്ള ചിന്ത നമുക്കിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കെമിക്കൽ പോയിസൺ ഉണ്ടോയെന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനയക്കും, പെത്തോളജിക്ക് അയക്കും, എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ മൈക്രോബയോളജി എക്സാമിനേഷൻ അയക്കും. ഇങ്ങനെ പറ്റാവുന്ന എല്ലാ പരിശോധനകളും നമ്മൾ ചെയ്യും. അപ്പോൾ അതിലെന്തിലെങ്കിലും ഒരു കോസ് കിട്ടിയാലേ നമുക്കൊരു ക്ലോഷറായ നമുക്ക് ഇതാവത്തുള്ളൂ. കാരണം കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കണമല്ലോ. അതൊരു ചലഞ്ചിങ് കേസാണ്. മറ്റൊരു ചലഞ്ചിങ് ആയിട്ട് വരുന്ന കോടതിയിൽ ഒരു മർഡർ കേസ്. അപ്പോൾ കോടതിയിൽ എത്തുമ്പം അതെങ്ങനെയായിരിക്കും, പല കേസുകളിലും വളരെ
ക്രോസ് ഉണ്ടാവും. ഇത് അതായത് ഇപ്പം ഇഞ്ചുറി കൊണ്ടാണ് മരിച്ചെങ്കിൽ അത് വീണാ വരുമെന്ന്, വേറൊരാൾ കൊന്നതല്ല വെറുതെ വീണാ വരുമോ, ഈ രീതിയിലായിരിക്കും ഡിഫൻസ് ആ കേസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആണ്. പിന്നെ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ കുട്ടികളുടെ മരണവും സ്ത്രീകൾ കൊല്ലപ്പെടുന്നതുമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. സ്ത്രീകൾ കൊല്ലപ്പെടുന്നതൊക്കെ ഒരുപാട് കൂടുതലും അവരുടെ പാർട്ട്നേഴ്സിന് ആണ്, പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്. അങ്ങനത്തെ കേസിൽ പാർട്ട്നേഴ്സ് കൊല്ലുമ്പോൾ അവർ എത്രത്തോളം സ്നേഹമായിരുന്നെന്ന് നമ്മൾ വിചാരിക്കുമോ അതിലും അതിഭീകരമായിട്ടാണ് കൊല്ലുന്നത്. കാരണം ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യും. വെട്ടുക, കുത്തുക, കഴുത്ത് മുറുക്കുക, ഇങ്ങനെ ഒരു വെട്ട് മതി മരിക്കാനെങ്കിൽ ഒരുപാട് വെട്ടുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ആക്സിഡൻറ്റിലൊക്കെ പെട്ടെന്ന് മരിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ശരിക്കും നമുക്കിത് പേഴ്സണലായിട്ട് തോന്നി, അല്ലാതെ നമുക്ക് ഏത് കേസും മറ്റൊരാൾക്ക് കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്ന റിലേറ്റീവ്സിൻ്റെ വിഷമം കാണുന്നുണ്ടായിരിക്കും. നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ ബോഡി മോർച്ചറി തിയേറ്ററിനകത്ത് വരുമ്പോഴേ പോലീസിൻ്റെ നിന്ന് കേസ് റിസീവ് ചെയ്യുമ്പോഴേ നമ്മൾ ബോഡി കാണുകയും കേസ് അറിയുകയും ചെയ്യുന്നത്. നമ്മൾ റിലേറ്റീവ്സിനെ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് റിലേറ്റീവ്സിൻ്റെ വിഷമം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. റിലേറ്റീവ്സിനെ കാണുമ്പോഴാണല്ലോ ഒരു മരണത്തിൻ്റെ ഏറ്റവും വിഷമം ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെയല്ല. പിന്നെ ഇൻസിഡൻറ്റ് നടക്കുമ്പം നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം ഈ രണ്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ വിഷമങ്ങളില്ല. പക്ഷേ ഇതൊക്കെയാണ് ചലഞ്ചസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവർ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടാണ് മരിച്ചത് എന്നിങ്ങനെ നമ്മൾ ഏത് കേസ് ചെയ്യുമ്പോഴും ഫുൾ ബോഡിയാണ് എക്സാമിൻ ചെയ്യുന്നത്. ഏത് കേസും ഹെഡ് ടു ഫുട്ട് എല്ലാ ഓറിഫൈസും എക്സാമിൻ ചെയ്യും. കുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഇതാണെങ്കിൽ, അതായത് അബ്യൂസ് ഇപ്പോൾ ഒരു വെജൈനൽ പെനട്രേഷൻ ഉണ്ടെങ്കിലേ ഇപ്പോഴത്തെ ഡെഫിനിഷനിൽ ബാക്കി ഉള്ള ഇപ്പം നമ്മൾ റേപ്പ് ലോകളൊക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൊന്നും തെളിയിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെജൈന എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കുട്ടികളുടെ എങ്ങനെയാണ്, ഇതെന്തുകൊണ്ട് വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യും. ഒരു കേസിൽ കുട്ടിക്ക് ലിവർ ഫെയിലിയറോ കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് കുട്ടി മരിച്ചത്. മരണകാരണം അറിയാൻ പറ്റുന്നില്ല. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് അറിയുന്നത് കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന്, 5 months പ്രഗ്നൻ്റ് ആണെന്ന്. അമ്മയ്ക്ക് പോലും അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ അതിൽ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ മരണത്തിലേക്ക്, അതെന്തെങ്കിലും സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്തതാണോ എന്നുള്ള അങ്ങനത്തെയൊക്കെ കേസുകൾ. മറ്റൊരു കേസ്, ഒരു കുട്ടി 15 വയസ്സൊക്കെ ഉള്ള കുട്ടി സൂയിസൈഡ് ചെയ്തു, ഹാങ്ങിങ് ആണ്. അപ്പോൾ അന്വേഷിക്കുമ്പം നല്ല പഠിക്കും, ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് അപ് ടു 15 years ഉണ്ട്. പക്ഷേ യൂട്രസ് നോക്കുമ്പോൾ യൂട്രസ് റുഡിമെൻ്ററി എന്ന് പറയുന്നതാണ്. യൂട്രസ് ഇല്ല, ഒരു മെംബ്രെയിൻ പോലെ ഉള്ളൂ. ഓവറീസ് ഉണ്ട്, യൂട്രസ് ഒരു മെംബ്രെയിൻ പോലെ ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പം നമ്മൾ പോലീസിനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഹിസ്റ്ററി, കുട്ടി മെനാർക്കി ആയതാണോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇല്ല, അതിന് ഇതുവരെ മാസമുറ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് മുള്ളേറിയൻ എജനസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കണ്ടു, പക്ഷേ യൂട്രസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന് പ്രായത്തിനനുസരിച്ച് മെനാർക്കി വരുമോ, മാസമുറ വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ മരണത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ 16 17 വയസ്സുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇവള് പുറത്താണ് എന്നുള്ള ഓടുവണ്ണായിട്ട് തോന്നുന്നുണ്ടാവായിരിക്കും. അതാകാം. അങ്ങനെ അതൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മളിങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു കേസാണ്. 2 മാതാപിതാക്കൾ കൂടി ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ വന്ന് അത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അച്ഛനാണ് കുഞ്ഞിനെ കൊന്നത് എന്നുള്ളത്, അതായത് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അത്. പക്ഷേ അറിഞ്ഞത് അനിയൻ പറഞ്ഞാണ് അറിഞ്ഞത്. ശരിക്കും അതല്ലാതെ ഈ ഒരു ആള് പറയാതെ ആള് ബോഡി എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് തന്നെ വന്നതാണോ ആരെങ്കിലും വരുത്തിയതാണോ എന്നുള്ളത് അറിയാൻ പറ്റുമോ? അതായത് ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ ചൈൽഡ് അബ്യൂസ്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഹോസ്പിറ്റലിൽ വരുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്ടർക്ക് തന്നെ കാണുമ്പോൾ സംശയം തോന്നും. കാരണം ഇങ്ങനത്തെ കുട്ടികളുടെ ദേഹത്ത് പല കാലയളവിലുണ്ടായ മുറിവുകളുണ്ടായിരിക്കും. ഇപ്പം ഈ കാണുന്ന ഒറ്റ മുറിവായിരിക്കും. അവർ പറയുന്ന ചിലപ്പോൾ തെന്നി വീണെന്നൊക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങളെല്ലാവർക്കും ഉണ്ട്, എല്ലാ കുട്ടികളും വീഴുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പം ആ വരുന്ന ഇഞ്ചുറിയുടെ സിവിയറിറ്റി കുറവായിരിക്കും. പിന്നെ ഇവർ പറയുന്ന സമയം കൊണ്ടുവന്നതിനൊരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ മാറ്റിക്കൊണ്ടിരിക്കും ഓരോ തവണ ഇഞ്ചുറി. എന്ന് വെച്ചാൽ സ്ഥിരം ഒരു ഡോക്ടർ കാണിച്ചാൽ ഡോക്ടർ ചോദിക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നു ഇപ്പം എന്താ വന്നേ. അപ്പോൾ അവരിങ്ങനെ ഡോക്ടറിനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുന്ന
കെയിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് തന്നെ സംശയം തോന്നി ഇതെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഈ മരണ കാരണം എന്ന് പറയുമ്പോൾ തനിയെ വീണാലും വെറുതെ തെന്നി വീണാലും ഈ വരുന്നതും ഒരാൾ ഉപദ്രവിച്ച് കൊല്ലാൻ മാത്രമുള്ള ഇഞ്ചുറി വരുന്നത് കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. തനിയെ തെന്നി വീഴുമ്പോൾ ഒരാൾ പറയാണ് ഇപ്പം എനിക്ക് നെഞ്ചുവേദന വന്ന് ഞാൻ ഫ്രണ്ടിൽ വീണു. നെഞ്ചുവേദന വന്ന് വീഴുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കാണ് വീഴുക കൂടുതൽ. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ തെന്നി വീഴുന്നെന്ന് വെച്ചോ, വീഴുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നോർമൽ പോസ്റ്റർ വെച്ചിട്ട് നമ്മൾ കൈ കുത്തുക, അങ്ങനെ ഡിഫെൻസീവ് മെക്കാനിസം എടുക്കും. അപ്പോൾ ആ ഭാഗത്തൊക്കെ മുറിവുകൾ വരണം. അതില്ലാതെ തലയിൽ മാത്രം ഒരു മുറിവ് വരുമ്പോൾ എന്തായാലും അത് ഡയറക്റ്റായിട്ട്, അല്ലാതെ ഒരാളിപ്പോൾ പറയാൻ പോകുന്ന ഒരു നിലയുടെ മേളിൽ നിന്ന് വീണു അപ്പോൾ തല ഇടിച്ച് വീണു, അങ്ങനെ ഒരു നിലയുടെ മേളിൽ നിന്ന് ബോധത്തോടെ വീഴുമ്പോൾ തല മാത്രം പോയി ഇടിക്കത്തില്ലല്ലോ. തല ഡയറക്റ്റായിട്ട് പോയി ഇടിക്കുന്നതിന് മുമ്പേ നമ്മൾ കയ്യോ കാലോ ഒക്കെ ഇടിക്കും, അല്ലെങ്കിൽ തലയും കുത്തി വീഴണം. എന്നാൽ പോലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇഞ്ചുറി വരണം. അപ്പം അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു സൂയിസിഡലാണോ ഹോമിസിഡലാണോ ആക്സിഡൻ്റലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു പെർഫെക്റ്റ് മർഡർ അതൊരു കുറ്റവാളിക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? സാധാരണഗതിയിൽ പറ്റില്ല പ്ലാൻ ചെയ്ത് ഒരു പെർഫെക്റ്റ് മർഡർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമൊക്കെ കാണുള്ളൂ. ഇനി പിന്നെ പെർഫെക്റ്റ് മർഡർ എന്തായാലും മരിക്കാനൊരു കാരണം വേണം, അത് ഏതെങ്കിലും രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്ലാനിങ്, എക്സിക്യൂഷൻ, പിന്നെ പോസ്റ്റ്മോർട്ടം, ഇത് നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിച്ച ബോഡിയിൽ എല്ലാ ബോഡിയും ഇപ്പം ഒരേപോലെയല്ല പ്രതികരിക്കുക. അപ്പം നമ്മളൊരാളിനെ കൊല്ലാമെന്ന് ഇതെങ്ങനെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ അയാൾ മരിക്കണമെന്നുമില്ല. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് കൊല്ലുമ്പം ഇത് പാമ്പിനെ വിട്ട് കൊത്തിച്ചില്ലേ ഉത്ര കേസ്, അപ്പം അത് ആ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്കേ സംശയം വന്നു. കാരണം ഫസ്റ്റ് കുറച്ച് നാൾ മുമ്പേ ഒരു പ്രാവശ്യം പാമ്പ് കൊത്തി രക്ഷപ്പെട്ടു, പിന്നെയും പാമ്പ്. കഥകളിലൊക്കെ പറയും പാമ്പൊക്കെ വൈരാഗ്യം വെക്കുന്നതാണെന്ന്, പക്ഷേ റിയലി നമ്മളങ്ങനെ കാണത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യമല്ലല്ലോ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ക്രൈമിനെ തെളിയിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം ഒരു കാര്യം മാത്രമല്ലല്ലോ, അതതിൻ്റെ ഒരു പാർട്ട് മാത്രമല്ലേ ആവുന്നുള്ളൂ. അപ്പം പോലീസിന് ഫ്രം ദ ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ ബിഗിനിങ് ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരും അവർക്കതെങ്ങനെയും തെളിയിക്കാൻ പറ്റും സാധാരണഗതിയിൽ. ഇനി എല്ലാത്തിനും ആരെങ്കിലും പറയുന്നത് പെർഫെക്റ്റ് മർഡർ ഞങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും കണ്ടെത്തിയില്ല, മരിക്കുന്നതിനൊരു കാരണം വേണമല്ലോ. ശരിയാണ്. അപ്പം എന്താണെങ്കിലും മാം എനിക്ക് കുറേ ഉണ്ട് എന്തൊക്കെയോ ചോദിക്കാനായിട്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. ഈ പറഞ്ഞതിന് മാമിനും തിരക്കാണ്, മാമിനും പോകണം. സോ എന്താണെങ്കിലും ഇത്രയും പറഞ്ഞതിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കിട്ടി, നമ്മുടെ ഓഡിയൻസിനും അത് ക്ലിയർ ആവും കുറേ അധികം കാര്യങ്ങൾ. എന്നാലും മാം ഇത്രയും ഒരു ടൈം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ മാം താങ്ക് യു സോ മച്ച്. താങ്ക് യു. Krishna Leela, Joy Alucas, world's favorite jeweler.